ക്ഷീരസംഘം കെട്ടിടത്തിന്റെ സമർപ്പണം നടത്തി. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. 1965 രൂപീകരിച്ചതാണ് R277 നമ്പർ ക്ഷീര വ്യവസായ സഹകരണ സംഘം. ചേനം ഗ്രാമത്തിൽ പശു വളർത്തുന്ന ക്ഷീര കർഷകരുടെ 1 ലിറ്റർ പാലിന് 50 പൈസയ്ക്ക് അളന്നെടുക്കാൻ ഓഹരിക്കാരിൽ നിന്ന് പാൽ അളക്കുന്ന ലാഭവിഹിതം ഉപയോഗിച്ച് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചതായിരുന്നു. എന്നാൽ കാലപ്പഴക്കം മൂലം കാലിത്തീറ്റയിടുന്ന ഗോഡൌണിന് ചോർച്ച വരികയും ഇതോടെ തീറ്റ നശിക്കുകയും ചെയ്തതിനാൽ ഓഫീസ് പ്രവർത്തനം സുരക്ഷിതമല്ലാതായി. ഈ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ക്ഷീരസംഘം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് അമ്പിളി പ്രദീപ് അധ്യക്ഷയായി. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, വാർഡ് മെമ്പർ സുബിത സുഭാഷ് എന്നിവർ മുഖ്യാതിഥികളായി. നമുക്കറിയാം, നമ്മുടെ ക്ഷീര മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തിന് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാല് നൽകുന്ന ഒരു വിഭാഗമാണ്. അത് നമ്മുടെ ജനതയ്ക്ക് ഏറ്റവും ശുദ്ധമായ പാല് നൽകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ അവർക്ക് അനുയോജ്യമായ കെട്ടിടങ്ങളും അനുയോജ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ചുമതലയാണ്. ഒരുവിധം നന്നായി അത് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും വ്യത്യസ്ത രീതികളിൽ അവർക്ക് സഹായങ്ങൾ ലഭ്യമാകുന്ന രീതിയിലാണ് പാലിന് സബ്സിഡി കൊടുക്കുക, അതുപോലെ തന്നെ കാലിത്തീറ്റ കൊടുക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതൊക്കെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഇടപെടൽ മൂലം മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു കെട്ടിടം നിർമ്മിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ അനുഭവമാണ്. ക്ഷീരസംഘം മുൻ പ്രസിഡന്റുമാരായ VK ചേക്കുമോൻ, PP മനോജ്, CM ഷക്കീർ, TM അജേഷ്, ചേർപ്പ് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ സെറിൻ P ജോർജ്, CM ഷമീർ, വിനീത വിനോദ് എന്നിവർ സംസാരിച്ചു. സമയബന്ധിതമായി കെട്ടിടം പണി പൂർത്തീകരിച്ച കോൺട്രാക്ടർ അഗസ്റ്റി അമ്മാടത്തെ MLA ആദരിച്ചു. തുടർന്ന് കർഷക കൂട്ടായ്മയിൽ ഗാനസന്ധ്യയും അരങ്ങേറി.